ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ധനുമാസ ഫലമാണ്. ധനുമാസത്തിൽ 27 നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ രാശി തിരിച്ചാണ് പറയുന്നത്. കൊല്ലവർഷം 1200 ആണ്ട് ധനുമാസം, അതായത് 2024 ഡിസംബർ മാസം 16 മുതൽ ജനുവരി മാസം 13 വരെയുള്ള ഒരു മാസത്തെ ഫലം. അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഇടവം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചൊവ്വായും, കേതു കന്നി രാശിയിലും, ബുധൻ വൃശ്ചികം രാശിയിലും നിൽക്കുന്നു. വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ബുധൻ 2024 ജനുവരി മാസം 4 ധനുരാശിയിലേക്ക് പകരുന്നുമുണ്ട്. ആദിത്യൻ ധനുരാശിയിലും ശുക്രൻ മകരം രാശിയിലാണ് നിൽക്കുന്നത്. മകരത്തിൽ നിൽക്കുന്ന ശുക്രൻ 2024 ഡിസംബർ മാസം 28 അത് കുംഭം രാശിയിലേക്ക് മാറുന്നു. ശനി തൻ്റെ സ്വന്തം ക്ഷേത്രമായ കുംഭം രാശി കൂടെ തൊട്ടപ്പുറത്തെ രാശിയായ മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല അഭിവൃദ്ധിയുള്ള ഒരു കാലമാണ്. അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധിയും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ സന്തോഷവും അഭിവൃദ്ധികളും വിജയങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗവുമുണ്ട്. അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും ഒരു വിജയങ്ങളൊക്കെ സൂചകമാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ല ഒരു മാസമാണ്. പലതരത്തിലുള്ള വിജയങ്ങൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ്. തൊഴിൽ സ്ഥാനത്തെ ആ ഗ്രഹത്തിൻ്റെ സ്ഥിതി കൊണ്ടൊക്കെ ധന ആഗമന യോഗം സൂചകമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ വ്യാഴത്തിൻ്റെ പ്രീതികരമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചെയ്യും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്, ഭാഗ്യവുമുണ്ട്. ഭാഗ്യാധിപനാണല്ലോ രാശിയിൽ നിൽക്കുന്ന വ്യാഴം. കൂടാതെ 5ാം ഭാവാധിപന്റെ സ്ഥിതി അനുസരിച്ചും വളരെ നല്ലതാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതികളായാലും യുവാക്കൾക്കായാലും വിവാഹം വന്ന് വാക്കാകുന്നതിന് ആ ബുധൻ്റെ സ്ഥിതി കൊണ്ട് വളരെ നല്ലതാണ് കാണിക്കുന്നത്. ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും ഈ രാശിക്കാർക്ക് ഈ മാസം ഭാഗ്യാവസ്ഥയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ നല്ല യോഗമുണ്ട്. കൂടാതെ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുകയോ ആഭരണങ്ങൾ വന്നു ചേരുകയും പുതുമയുള്ള വസ്ത്രങ്ങൾ വന്നു ചേരുകയും സൽക്കാരങ്ങളിൽ പങ്കാളികളാകുക, മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാലസത വന്നു പെടാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരും മധ്യവയസ്കരും ഒക്കെ ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായ വഴിപാട് ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം, നെയ്വിളക്ക് ഒക്കെ സമർപ്പിക്കുക. കൂടാതെ കദളിപ്പഴം നേതിച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്താൽ വിദ്യാ തടസ്സങ്ങളൊക്കെ മാറി നല്ല പഠനത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുവാനും കൂടുതൽ മാർക്ക് ലഭിക്കുവാനും സാധിക്കും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ധനു മാസം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12ാമിടത്ത് നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള ക്ലേശങ്ങളും ദുരിതങ്ങളുമൊക്കെ സൂചകമാണ്.
പ്രധാനമായിട്ട് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കുക. ദാമ്പത്യ ജീവിതത്തിൽ അലോസരതകൾ ഉണ്ടാകുവാൻ ഈ മാസം വളരെ സൂചനയുള്ളതിനാൽ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് പോവുകയോ, അതായത് നിയമജ്ഞന്മാരുമായിട്ടും നിയമപാലകന്മാരുമായിട്ടും ഒക്കെ ബന്ധപ്പെടുവാൻ സൂചനയുണ്ട്. അതൊക്കെ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും സംസാരം കൊണ്ടും ഒക്കെ വളരെ ആവശ്യമാണ്. അതായത് സംസാര ഭാവത്തിൽ ചൊവ്വ അത് ക്രൂരഗ്രഹമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ ലളിതമായ രീതിയിൽ സംസാരിച്ച് വന്നാലും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് സംസാരം രൂക്ഷമാകുകയും കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അത് തൊഴിൽ സ്ഥലത്തും സൂചകമാണ്. വളരെ ശ്രദ്ധിക്കുക. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. ധന ആഗമന യോഗവും ഉണ്ട്. വിദേശത്തായിരിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. അതിനായിട്ട് ദേവി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ ദേഷ്യമൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുവാൻ സാധിക്കും. വിജയങ്ങൾ വന്നു ചേരുകയും വിദ്യാർത്ഥികൾക്ക് വിജയവും വന്നു ചേരും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉളറത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷകരവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായ ഒരു മാസമാണ് ധനുമാസം. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ ഉത്തമമാണ്. എല്ലാവിധ ദൈവാനുഗ്രഹവുമുണ്ട്, ഭാഗ്യവുമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപൂർണമായ കാലം. ഒരു വാഹനം വന്നു ചേരുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുകയോ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട്. ഗൃഹം മൂടി പിടിപ്പിക്കുവാൻ ഒക്കെ അവസരം വന്നു ചേരും. സുഹൃത്തുക്കൾ മൂലമോ സഹോദരസ്ഥാനീയർ മൂലമോ ചില ക്ലേശങ്ങളോ വിഷമങ്ങളോ മനക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും. പ്രായമായ മാതാപിതാക്കൾ ദീർഘകാലമായിട്ട് മക്കളോടൊത്ത് കഴിയണം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നവർക്ക് കൂടിക്കാഴ്ചയും ഒന്നിച്ച് ജീവിക്കുന്നതിനും ഒക്കെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. തൊഴിൽപരമായ പുരോഗതി, അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, ഇതൊക്കെ കർക്കിടകം രാശിക്കാർക്ക് യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദേവിക്ക് കടുംപായസം, മാല, അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുക ഒക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറും. ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മനക്ലേശങ്ങളൊക്കെ മാറുവാൻ അത് നല്ലതാണ്. സന്തോഷം വന്നു ചെയ്യും. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം, ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഐശ്വര്യപൂർണമായ ഒരു മാസമാണ്. 10-ാം ഇടത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. ചില കാര്യങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും. 10-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 4-ാം ഇടത്തേക്ക് സുഖസ്ഥാനത്തേക്കാണല്ലോ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ സർവ്വവിധ സുഖങ്ങളും വന്നു ചേരും. മാതാപിതാക്കളുടെ സ്നേഹവും സഹോദരസ്ഥാനീയരുടെ സ്നേഹവും സുഹൃത്തുക്കളുടെ സ്നേഹവും ഒക്കെ പിടിച്ചു പറ്റുവാനും, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും തൊഴിൽ വിജയങ്ങളും ഒക്കെ വന്നു ചേരും. വ്യാപാരികൾ രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല വിജയങ്ങളും നല്ല ആദായവും ഒക്കെ ലഭിക്കും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും നല്ല ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. സന്തോഷം വന്നു ചേരും. വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അത് വളരെ ശ്രദ്ധിക്കണം. വാക്കുകളിലെ പിഴവുകൾ ഉണ്ടാകാം. അത് നമ്മുടെ ശത്രുക്കൾ നമുക്ക് നേരെ തന്നെ ആയുധമാക്കാതെ ഈ ചിങ്ങം രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ മാറുന്നതിന് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. മഹാദേവന് ജലധാര, അതുപോലെ തന്നെ നെയ്വിളക്ക്, മഹാഗണപതിക്ക് ഗണപതി ഹോമ വഴിപാടും തേങ്ങ നാളികേരം ഉടയ്ക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുള്ള ഒരു കാലമാണ്. അതായത് സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തിസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥാനാധിപൻ 5-ാം ഇടമാകുന്ന 2-ാം കിട ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിലുമൊക്കെ, അതായത് ഏത് തൊഴിൽ ചെയ്യണമെങ്കിലും ഒരു കരവിരുത് ആവശ്യമാണ്.
കമ്പ്യൂട്ടർ ചെയ്യണമെങ്കിലും മറ്റ് മെഡിക്കൽ രംഗങ്ങളിലെ നിരവധി കാര്യങ്ങളിലും ഒക്കെ കലാരംഗം ആവശ്യമാണ്. സിനിമ അഭിനയം മാത്രമല്ല, സീരിയലും മറ്റ് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളോ ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗങ്ങളിൽ അതിൻ്റെ ഉപകരണ സംഗീതങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നവർക്കും ഒക്കെ വളരെ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നിച്ചേരും. തൊഴിൽ സ്ഥാനത്തെ ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് അപ്രകാരമാണ് കാണുന്നത്. ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കുവാൻ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രധാനമായിട്ട് വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. നാഗരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ആയില്യ പൂജകളിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഏത് കാര്യത്തെയും സമീപിക്കുന്നതുമൊക്കെ ഐശ്വര്യങ്ങൾ കൊണ്ടെത്തി ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം അഭിവൃദ്ധികൾ ഉള്ള ഒരു കാലമാണ്. അഭിവൃദ്ധികൾ എന്ന് പറയുമ്പോൾ തൊഴിൽ രംഗത്ത് നല്ല വിജയങ്ങൾ വന്നിച്ചേരും. ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. കുടുംബത്തും വളരെ സന്തോഷമുള്ള കാലം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുക. ഗൃഹം പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ പുതുമയുള്ള ആഭരണങ്ങൾ വന്നിച്ചേരുക, വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ചേരുക, ഗൃഹോപകരണങ്ങൾ വന്നിച്ചേരുക. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു മാസമാണ് ഈ മാസം. ഏറ്റവും പ്രധാനമായിട്ട് പ്രീതികരമായിട്ട് നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി കടുംപായസം അല്ലെങ്കിൽ മാല, എണ്ണ, നെയ്വിളക്ക് ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദേവി അമ്മയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടായി കൂടുതൽ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നിച്ചേരും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ഒരു സമയമാണ്. ഈ മാസം പൂർണ്ണമായ ദൈവാധീനമുണ്ട്. എന്നിരുന്നാലും വാക്കിൻ്റെ സ്ഥാനത്ത് ക്രൂരഗ്രഹമായ ആദിത്യൻ സ്ഥിതി ചെയ്യുന്ന ഈ മാസം സംസാരം വളരെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആരുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അധികാരം വന്നിച്ചേരും. തൊഴിൽ രംഗത്ത് അധികാരം വന്നിച്ചേരുകയും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നിച്ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കരാർ ഉടമ്പടിക്കാരായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ ഊഹാപോഹ കച്ചവടക്കാരോ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമൊക്കെ വളരെ അഭിവൃദ്ധികരമായ കാലം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. മാനാപമാനങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തും സന്തോഷവും ഐശ്വര്യവുമുള്ള കാലം. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യപൂർണ്ണമാണ്. കടുംപായസം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറി അനുഗ്രഹങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആദിത്യൻ രാശിയിൽ തന്നെയുണ്ട്. അപ്പോൾ പൊതുവെ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികസനമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. കാര്യങ്ങളെ ഗൗരവപൂർവ്വം പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഇടപെടുകയും അതുവഴി ഒരു സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ അഭിവൃദ്ധികളുമൊക്കെ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ മേലധികാരികളിൽ നിന്ന് ഒരു അംഗീകാരമൊക്കെ സ്നേഹമൊക്കെ ലഭിക്കുവാനും സാമ്പത്തിക മേന്മ വന്നു ചേരുവാനും യോഗമുണ്ട്. കുടുംബപരമായിട്ടും നല്ലതാണ്. തൊഴിൽ രംഗത്ത് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ അഭിവൃദ്ധികരമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും നല്ലതാണ്. സന്താനങ്ങളെ കൊണ്ടും ഒക്കെ പ്രായമായവർക്കും ഒക്കെ വളരെ നല്ല കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ജലധാര പോലെയുള്ള വഴിപാടുകൾ കൃത്യമായിട്ട് ഈ മാസം ചെയ്യണം. അതായത് ദേഷ്യമൊക്കെ നിയന്ത്രിക്കുന്നതിനാണ്. ആദിത്യൻ അത് ഭാഗ്യസ്ഥാനാധിപനാണ്, അത് ക്രൂരഗ്രഹമാണ്, അത് രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് മഹാദേവൻ്റെ അനുഗ്രഹത്തിനായിട്ട് യഥാശക്തി അനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യണം. മകരം രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ
മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ഇപ്പോൾ പൊതുവെ ദൈവാധീനമുള്ള ഒരു മാസമാണ്. 5ാമിടത്ത് ഭാഗ്യസ്ഥാനം ത്രികോണസ്ഥാനമാണല്ലോ, അവിടെ വ്യാഴം സ്ഥിതി ചെയ്യും. അപ്പോൾ രാശിയിൽ തന്നെ ശുക്രനും സ്ഥിതി ചെയ്യും. ചൊവ്വയുടെയൊക്കെ സ്ഥിതി കൊണ്ടും വളരെ ഐശ്വര്യപൂർണ്ണമാണ്. ഏഴരശനിയുടെ ബലം കുറഞ്ഞു വരികയാണല്ലോ. അധിക ദോഷങ്ങളൊന്നും ഇനി ബാധകമല്ല. തേജസ് വർദ്ധിക്കുകയും സൗന്ദര്യം വർദ്ധിക്കുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. രോഗങ്ങളൊക്കെ മാറി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനാവും. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ടാവും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട വഴിപാട് ഗണപതി ഹോമം വഴിപാട് ചെയ്യുക. കൂടാതെ ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളുമൊക്കെ ചെയ്ത് ശാസ്താവിന് എള്ളുപായസമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു മാസമാണ്. അതായത് ജന്മത്തിൽ ശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. രാശിയുടെ അധിപനാണ് എങ്കിലും ജന്മത്തിൽ ശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ധാരാളം ആൾക്കാർ വിളിച്ച് പറയാറുണ്ട് ദുഃഖ ദുരിതങ്ങളിലൊക്കെ പെട്ട് കിടക്കുകയാണ് എന്ന്. ഇവർക്ക് ദൈവാധീനമുണ്ട് ഈ മാസം. ഏറ്റവും പ്രധാനം സർവ കാര്യങ്ങളിലും പ്രധാനം ദൈവാധീനമാണല്ലോ. ദൈവാധീനമുള്ള ഒരു മാസമാണ്. സുഖസ്ഥാനമായ 4ാമിടത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നു. വാക്കിൻ്റെ സ്ഥാനത്ത് സർപ്പനാണ്. അപ്പോൾ ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക, സംസാരത്തിന് പിഴവുകൾ ഉണ്ടാകാതെ നോക്കുക, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് ഒരു തൊഴിൽ സ്ഥാനത്താണെങ്കിൽ കീഴ് ജീവനക്കാരോടായാലും മേലധികാരികളോടായാലും സംസാരിക്കുന്നതിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് സംസാരിക്കുമ്പോഴുമൊക്കെ അത് അനിവാര്യമാണ്. പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുണ്ട് ഈ മാസം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നിച്ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. ശാസ്താവിന് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുപായസം കഴിക്കുക, മാല സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. നെയ്വിളക്കുമൊക്കെ സമർപ്പിക്കുക. ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നതും ശനി പ്രീതികരമായിട്ട് ശനി ദേവനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങൾ അകലുകയും ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ഒരു മാസമാണ്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും മറ്റ് ആദിത്യൻ്റെ സ്ഥിതി കൊണ്ടുമൊക്കെ വളരെ നല്ലതാണ്. ചൊവ്വയുടെയും ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി. 11ാമിടത്താണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. കലാകാരന്മാരായിരിക്കുന്നതും കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും നല്ല ഒരു മാസമാണ്. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുക. ഈ രാശിക്കാരൊക്കെ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് സൂചനയുണ്ട്. അതായത് ടെമ്പററി ആയിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ സ്ഥിരപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡറിന് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻറ്റ് കൈപ്പറ്റുകയോ ഗവൺമെൻറ് തന്നെ അല്ല ഗവൺമെൻറ്റിൻ്റെ തത്തുല്യ പദവിയോടുകൂടിയ നല്ല ശമ്പള വർധനമൊക്കെ ഉള്ള നല്ല ഒരു ജോലി കിട്ടുവാനും യോഗമുണ്ട്. പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കുടുംബത്ത് സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. ദാമ്പത്യ ഭാവത്തിൽ സപ്തമഭാവത്തിൽ കേതു ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവും വേണ്ട, ചോദിച്ചു വന്നാൽ ഒരു കാരണവും കാണുകയില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും പ്രത്യേകിച്ച് മീനം രാശിക്കാർക്ക് നാഗരാജ പ്രീതികരമായിട്ട് നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുന്നതും നാഗരാജാവിന് ആയില്യ പൂജകളിൽ ഒക്കെ പങ്കെടുത്ത് വഴിപാടുകളൊക്കെ ചെയ്യുന്നതും കൂടുതൽ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.